കോംറേഡ് മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് തിരുവല്ല മർത്തമ കോളേജിലെ രാഷ്ട്രമീമാംസാ വിഭാഗം മേധാവി ഡോക്ടർ മോഹൻ വർഗീസുമായിട്ട് മതാതീത ആത്മീയതയുടെ ചരിത്രപരവും സാമൂഹ്യമായിട്ടുള്ളൊരു പശ്ചാത്തലത്തെക്കുറിച്ചുള്ളൊരു ചെറിയ ചർച്ചയാണ്. ഡോക്ടറോട് നമുക്ക് ചില കാര്യങ്ങൾ ചോദിച്ചറിയാം. നമ്മുടെ ഒരു ഇന്ത്യൻ പശ്ചാത്തലത്തിൽ മതാതീത ആത്മീയതയുടെ ചരിത്രപരവും സാമൂഹ്യമായിട്ടുള്ള പ്രശ്നങ്ങൾ എങ്ങനെയാണ് ഡോക്ടർ വിലയിരുത്തുന്നത്? ആദ്യമായി മതാതീത ആത്മീയത എന്ന ഒരു സങ്കല്പം അധികം സംസാരിക്കുന്ന സങ്കല്പമല്ല. യഥാർത്ഥത്തിൽ ആത്മീയതയുടെ അടിസ്ഥാനം മതമാണ്. മതവുമായി ബന്ധപ്പെട്ട ഒരു സങ്കല്പമാണ് ആത്മീയത എന്നാണ് പൊതുധാരണ. പക്ഷെ എല്ലാ മതങ്ങളും പറയുന്നത് ഒരേ ആത്മീയത തന്നെയാണ്. അതിലേക്ക് എത്തി നിൽക്കാനുള്ള ചാനലുകളാണ്, മാർഗങ്ങളാണ്, വഴികളാണ് മതങ്ങൾ. ആ അർത്ഥത്തിലാണ് ഒരുപക്ഷെ മതാതീതം എന്നതിനേക്കാൾ മതങ്ങളെ സമന്വയിപ്പിച്ച് മതങ്ങൾക്കെല്ലാം ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു ആത്മീയ വീക്ഷണം, ആ അർത്ഥത്തിലായിരിക്കാം ഒരുപക്ഷെ നമ്മുടെ ചർച്ചയെ കൊണ്ടുപോകുന്നത്. നമ്മുടേത് ഒരു വലിയ വൈവിധ്യങ്ങളുടെ ഒരു പശ്ചാത്തലമുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. മതങ്ങളുടെ, ഭാഷകളുടെ, ആചാരാനുഷ്ഠാനങ്ങളുടെയൊക്കെ. അപ്പോൾ അങ്ങനെ നമ്മൾ ചരിത്രപരമായി ഈ മതാതീത ആത്മീയതയെ പരിശോധിക്കുമ്പോൾ ഒരു ചരിത്രത്തിൻ്റെ ഇന്നലകളിൽ അതിൻ്റെ ഒരു പ്രകടിതമായിട്ടുള്ള സ്വാധീനം എങ്ങനെയായിരുന്നു? ഇന്നലകളിൽ ആത്മീയതയ്ക്ക് ഇന്ന് കാണുന്ന ഒരു പരിവേഷം ആയിരുന്നില്ല. ഒരുപക്ഷെ അത് മനസ്സിലാക്കണമെങ്കിൽ മതങ്ങളുടെ, ഇന്ന് നിലവിലുള്ള പ്രധാന മതങ്ങളുടെ മുൻകാല അനുഭവങ്ങളിലേക്ക്, നാൾ വഴികളിലേക്ക് സഞ്ചരിക്കേണ്ടി വരും. അങ്ങനെ ഒരു സഞ്ചാരത്തിൽ നമ്മൾ എത്തി നിൽക്കുന്നത് ഒരുപക്ഷെ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം 7, 8, 9 നൂറ്റാണ്ടുകളിലേക്കാണ്. ഭാരതത്തിലാകമാനം ഇന്ന് നമ്മൾ കാണുന്ന ഹൈന്ദവ മതത്തിന് ഘടനാപരമായ ഒരു ചട്ടക്കൂട് ഉണ്ടാകുന്നത്, ഹൈന്ദവ ആധ്യാത്മികതയ്ക്ക് ഒരു ചട്ടക്കൂട് ലഭിക്കുന്നത് ശ്രീ ശങ്കരാചാര്യർ കൊണ്ടുവന്ന അദ്വൈത സിദ്ധാന്തങ്ങളിലൂടെയാണ്. ആ സമയം, ശങ്കരാചാര്യരുടെ സമയം എന്ന് പറയുന്നത് AD 788 മുതൽ, അത് 8-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം മുതൽ AD 820 വരെ, 9-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ 2 ദശകങ്ങൾ വരെയുള്ള കാലഘട്ടമാണ്. കാലടി, കേരളത്തിലെ കാലടിയിൽ ജന്മമെടുത്ത ശ്രീ ശങ്കരാചാര്യരുടെ കാലഘട്ടം. അപ്പം ആ സമയത്താണ് ബുദ്ധമതം, ജൈനമതം എന്നീ മതങ്ങൾ അവയുമായി സംവാദത്തിൽ ഏർപ്പെടുകയും ആത്യന്തികമായ സത്ത, മാനവജീവിതത്തിൻ്റെ സത്ത, ആത്മീയ സത്ത ഉൾക്കൊള്ളുന്ന ഒരുപിടി സംവാദങ്ങൾ ഉണ്ടാവുകയും ചെയ്തൊരു കാലഘട്ടമാണ്. എല്ലാ മതത്തിൻ്റെയും അന്ന് നിലവിലുണ്ടായിരുന്ന പ്രാദേശിക കേരളത്തിലെ തൃണകളുടെ ദൈവസങ്കല്പങ്ങൾ, കൊറ്റവൈ പോലെയുള്ള ദൈവസങ്കല്പം, ആ ദൈവസങ്കല്പത്തെ ഭഗവതിയായി കാണാനുള്ള, അതുപോലെ തിണകളുടെ ദൈവമായിരുന്ന മായോൻ ഭഗവാൻ കൃഷ്ണനായി മാറുന്നു. അതുപോലെ വരുണൻ എന്ന നെയ്തൽ നിലത്തിൻ്റെ ദൈവം അടുത്ത തലത്തിലേക്ക് മാറുന്ന ഒരു കാഴ്ച. അപ്പോൾ ബുദ്ധ, ജൈന, വൈഷ്ണവ, ശൈവ, പ്രാദേശിക മതങ്ങളെ എല്ലാം ഒത്തുചേർത്ത ഒരു പുതിയ ചിന്താധാരയിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ സാധിച്ചത് ആ കാലഘട്ടത്തിലാണ്. അതുകൊണ്ട് മതങ്ങൾക്കെല്ലാം ഉൾക്കൊള്ളാവുന്ന ഒരൊറ്റ ആത്മീയത എന്ന സങ്കല്പം അചിന്ത്യമല്ല, ഉൾക്കൊള്ളാവുന്ന ഒന്ന് തന്നെയാണ്. പക്ഷെ ഇന്ന് അത് സാധ്യമാകുമോ എന്നത് മറ്റൊരു ചോദ്യം. സമകാലികമായിട്ടുള്ള നമ്മുടെ ഇന്ത്യൻ അവസ്ഥയിൽ പ്രത്യേകിച്ച് രാഷ്ട്രീയം മതത്തെ അജണ്ടയായി എടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു കാലഘട്ടത്തിൽ
വളരെ ആകാംക്ഷകളും പ്രതിസന്ധികളുമൊക്കെ പ്രതീക്ഷിക്കുന്ന ഒരു കാലഘട്ടത്തിൽ യഥാർത്ഥത്തിൽ മതാതീതമായിട്ടുള്ള ആത്മീയതയ്ക്ക് വലിയ പ്രസക്തിയുള്ള ഒരു കാലഘട്ടത്തിൽ ഇന്നത്തെ ഒരു സാഹചര്യത്തെ, പ്രസൻറ്റ് സിറ്റുവേഷനെ അത് എങ്ങനെയാണ് അഭിസംബോധന ചെയ്യുന്നത്? ഇതിൻ്റെ ഒരു സവിശേഷത, മതം എന്ന ഘടന ആഘോഷിക്കപ്പെടുകയാണ്. എന്നാൽ മതത്തിൻ്റെ അന്തർലീനമായ സത്ത ഉൾക്കൊള്ളുന്ന ആത്മീയത തമസ്കരിക്കപ്പെടുന്നു. രാഷ്ട്രീയ കക്ഷികൾ അവരുടെ നേട്ടത്തിന് വേണ്ടി മതത്തെ ഉപയോഗിക്കുകയാണ്. മതത്തിൻ്റെ ലോലമായ വശങ്ങളെ, ഇതാണല്ലോ മത മൗലികവാദം എന്ന് പറയുന്നത്. മത മൗലികവാദം, ഫണ്ടമെന്റലിസം, കമ്മ്യൂണലിസം, മതത്തിൻ്റെ രാഷ്ട്രീയവൽക്കരണം, കമ്മ്യൂണലൈസേഷൻ ഓഫ് പൊളിറ്റിക്സ് ആൻഡ് പൊളിറ്റിസൈസേഷൻ ഓഫ് ദി റിലിജൻ. മതത്തിൻ്റെ രാഷ്ട്രീയവൽക്കരണവും രാഷ്ട്രീയത്തിൻ്റെ മതവൽക്കരണം അല്ലെങ്കിൽ വർഗീയവൽക്കരണം, ഇത് രണ്ടും തന്നെ അപകടകരമായ അവസ്ഥയിലേക്കാണ് ഭാരതത്തിലെ ജനങ്ങളെ കൊണ്ടുവരുന്നത്. പക്ഷെ അതുകൊണ്ട് ആ ഒരു വിപത്ത് നമുക്ക് മനസ്സിലാകണമെങ്കിൽ മറുവശം കൂടി പറയേണ്ടതുണ്ട്. പൊതുസമൂഹത്തിന് മുന്നിൽ ഇതിന് മറുവശം ഉണ്ട് എന്നും രാഷ്ട്രീയവും മതവും രണ്ടാണ് എന്നും ഇത് തമ്മിൽ രാഷ്ട്രീയക്കാരുടെ ആവശ്യമാണ് കൂട്ടിക്കുഴക്കേണ്ടത് എന്നും ജനങ്ങൾ മനസ്സിലാക്കുമ്പോഴാണ് മതത്തിന് അതീതമായ ആത്മീയതയിലേക്കുള്ള പ്രയാണം സുഗമമാകുന്നത്. രാഷ്ട്ര നിർമ്മാണത്തിന് മതത്തെ ഉപയോഗിക്കാം. രാഷ്ട്രീയ കക്ഷികൾക്ക് നേട്ടത്തിന് വേണ്ടിയല്ല, മറിച്ച് രാഷ്ട്ര നിർമ്മാണ പ്രക്രിയയിൽ മതങ്ങൾക്ക് വലിയ പങ്കുണ്ട്. മതങ്ങളെല്ലാം കൊണ്ടുവരുന്ന ഒരു ആത്മീയത, അതിൻ്റെ ശക്തി, അത് ദേശീയതയ്ക്ക് ഒരു പിൻബലമാണ്. ആ രീതിയിൽ ചിന്തകൾ പോകേണ്ട സമയമായി കഴിഞ്ഞു. യഥാർത്ഥത്തിൽ മതങ്ങളെ ആസ്പദമാക്കിയിട്ടുള്ള ഒരു ആത്മീയതയ്ക്ക് ശക്തി പകരുന്നതിനുള്ള വിപണി ശക്തികളും നമ്മുടെ രാജ്യത്ത് ഇന്ന് സജീവമാണെന്ന് തോന്നുന്നു. രാഷ്ട്രീയത്തോടൊപ്പം തോളോട് തോൾ ചേർന്ന് തന്നെ വിപണി ശക്തികളും ഇടപെടുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതിനെക്കുറിച്ച് സാറിൻ്റെ അഭിപ്രായം എന്താണ്? വിപണി എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. മാർക്കറ്റ് റിയാലിറ്റി. ഇഷ്ടമുണ്ടെങ്കിലും ഇല്ലെങ്കിലും വിപണിയുടെ കമ്പോളത്തിൻ്റെ ശക്തികൾക്ക് നേരെ മുഖം തിരിഞ്ഞു നിൽക്കാൻ ആധുനിക മനുഷ്യന് കഴിയില്ല. ഒരു പരിധിവരെ ആധുനിക മതങ്ങൾക്കും വിപണി നൽകുന്ന സാധ്യതകളിൽ നിന്നും മാറി നിൽക്കാൻ കഴിയില്ല. വിപണിക്ക് ചെയ്യാനാവുന്നത് ആത്മീയതയെ കച്ചവട ചരക്കാക്കുക എന്നതാണ്. എന്തും വിറ്റുപോകുന്ന ഒരു കാലഘട്ടമാണ്. ആത്മീയത എന്ന ലേബലിൽ മതത്തിൻ്റെ സങ്കുചിതമായ, ലോലമായ, വിധ്വംസകമായ വികാരങ്ങൾ കോർത്തിണക്കി വിളമ്പുക എന്നത് മാധ്യമങ്ങൾ ചെയ്യുന്ന ഒരു സ്ഥിരം പദ്ധതിയാണ്. അതിന് പിന്നിൽ കോർപ്പറേറ്റ് താല്പര്യങ്ങൾക്കുപരിയായി മറ്റ് താല്പര്യങ്ങളും അതിന് പിന്നിൽ ഉണ്ടാവും. രാഷ്ട്രീയ താല്പര്യങ്ങളും അതിന് പിന്നിൽ ഉണ്ടാവും എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് വിപണിക്ക് നേരെ മുഖം തിരിഞ്ഞു നിൽക്കാനാവില്ല എങ്കിലും വിപണി മതത്തിനെ കമ്പോളവൽക്കരിക്കാനോ ആത്മീയത എന്ന ലേബലിൽ മതത്തെ ദുർവ്യാഖ്യാനം ചെയ്യാനോ ദുരുപയോഗപ്പെടുത്താനോ അനുവദിച്ചുകൂടാ. അത് മത മേലധ്യക്ഷന്മാർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. സംഘടിതമായ മത മേലധ്യക്ഷന്മാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമായി എനിക്ക് തോന്നുന്നു. യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ വിപണി ശക്തികൾ, പ്രത്യേകിച്ചും സ്വദേശീയമായി ഇട്ട് വളർന്നു വന്നിട്ടുള്ള നമ്മുടെ പുത്തൻ വിപണി ശക്തികൾ ഇക്കാര്യത്തിൽ സ്പെസിഫിക്കായി എന്ത് സമീപനങ്ങളാണ് സ്വീകരിക്കുന്നതെന്നാണ് സാറിന് തോന്നിയിട്ടുള്ളത്? ഇന്ത്യയിലെ വിപണി ശക്തികൾ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് കോർപ്പറേറ്റ് ലോകം, ബഹുരാഷ്ട്ര കുത്തകകൾ ഒരു കാലമാണ്. ഗ്ലോബൽ ക്യാപിറ്റലിന്റെ ആവിർഭാവത്തോട്, ആഗോള മൂലധനത്തിന്റെ ആവിർഭാവത്തോടു കൂടി ഒരു രാജ്യത്തിന് മാത്രമായി ഒരു കമ്പനി നിലനിൽക്കാനാവില്ല. ഒരു കമ്പനിക്ക് അല്ലെങ്കിൽ ഒരു കോർപ്പറേറ്റ് സ്ഥാപനത്തിന് ലോകത്തെമ്പാടും വിപണി ഉണ്ടാകും.
അതിൽ ഒരു പ്രധാന വിപണി ലോകത്തെ രണ്ടാമത്തെ ജനസംഖ്യയുള്ള ഇന്ത്യ ആകുന്നത് സ്വാഭാവികമാണ്. മാത്രമല്ല, ലോകത്തെ ആർഗ്യുബിളി ഏറ്റവും വലിയ മധ്യവർഗ ജനവും ഇന്ത്യയിൽ തന്നെയാണ്. അപ്പൊ കമ്പോളം എപ്പോഴും നോക്കുന്നത് മധ്യവർഗത്തെ കൊണ്ട് സാധന സാമഗ്രികൾ വാങ്ങിയെടുപ്പിക്കുകയാണ്. പണം ചെലവാക്കാൻ തയ്യാറാവുന്ന മധ്യവർഗത്തെ കൊണ്ടും ഉപരിവർഗത്തെ കൊണ്ടും വിപണിയിൽ സാധനങ്ങൾ, സാമഗ്രികൾ, സേവനങ്ങൾ അങ്ങനെ ലഭിക്കുന്ന പല സേവനങ്ങളിൽ ഒന്നാണ് മതവും എന്ന ഒരു ധ്വനിയാണ് ഇപ്പോൾ വരുന്നത്. അങ്ങനെയാണ് മതങ്ങൾ വിപണിവൽക്കരിക്കപ്പെടുന്നത്, മത്സരങ്ങളിൽ ഏർപ്പെടുന്നത്. അങ്ങനെയാണ്. അതെല്ലാം ആത്മീയത എന്ന നിറത്തിൽ ചാലിച്ച നന്മകൾ തന്നെയാണ്. പറഞ്ഞു വരുന്നതെല്ലാം നന്മകളാണ്. പക്ഷേ മറ്റൊരു മതത്തിൻ്റെ, മറ്റൊരു അഭിപ്രായത്തിൻ്റെ നന്മകളോ സത്തയോ പരിഗണിക്കാതെ വളരെ സങ്കുചിതമായ രീതിയിൽ വിപണിവൽക്കരിക്കപ്പെടുന്നതിൻ്റെ അപകടത്തെക്കുറിച്ച് തന്നെയാണ് നമ്മൾ ഈ പറഞ്ഞു വരുന്നത്. അപ്പോൾ ചുരുക്കത്തിൽ നമ്മുടെ ഇന്ത്യയിലെ പുത്തൻ രാഷ്ട്രീയ സംവിധാനങ്ങളും ഇവിടുത്തെ വിപണി ശക്തികളും ഒരുമിച്ച് നിന്നുകൊണ്ട് ഒരു മതാധിഷ്ഠിതമായിട്ടുള്ള അജണ്ടയിലേക്ക് നീങ്ങുന്ന ഒരു കാഴ്ചപ്പാട്, അതിൻ്റെ ഒരു ഭാവി എങ്ങനെയാണ് സാർ നോക്കിക്കാണുന്നത്? ഇന്ന് ഒരു ആലസ്യം പൂണ്ട ഒരു പോക്കാണ്. അതാണ് ഒരു സ്റ്റേറ്റസ് ക്വോ. ഇന്നത്തെ കാര്യങ്ങളെല്ലാം ഭംഗിയായി അങ്ങ് നടക്കണം. യഥാർത്ഥത്തിൽ രാഷ്ട്ര നിർമ്മാണം അല്ലെങ്കിൽ ഡെവലപ്മെന്റ്, പുരോഗതി എന്ന് പറയുന്നത് നാളുകളിലേക്കുള്ള ഊർജം ഇന്നലകളിൽ നിന്നും സ്വരൂപിക്കേണ്ടതുണ്ട്. പക്ഷെ ഇന്നലകളെ പൂർണ്ണമായി മറന്ന് ഇന്നിൻ്റെ സുഖലോലുപതകളിൽ കണ്ണടച്ച് ഇരുട്ടാക്കി അഭിരമിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. മാധ്യമങ്ങളും മതഘടനകളും വിപണി ശക്തികളും. അപ്പം അതുകൊണ്ട് ഈ പുതുക്കത്തിൻ്റെ ഒരു റിഫോം, പുതുക്കത്തിൻ്റെ ഒരു അനുഭവത്തിലേക്ക് എത്താൻ സാധിക്കുന്നില്ല എന്നതേ ഉള്ളൂ. അതുകൊണ്ട് സാധ്യമാകേണ്ടത് ഇന്നലകളിലെ ആത്മീയതയുടെ നന്മകൾ സ്വാംശീകരിക്കുകയും അത് ഇന്ന് സ്ഥിതിഗതികൾ ശാന്തമാക്കാനായി ഉപയോഗിക്കുകയും യഥാർത്ഥ ആത്മീയതയിലേക്ക് മാനവരാശിയെ നയിക്കുകയും അത് സമാധാനത്തിലേക്കും സന്തോഷത്തിലേക്കും തൃപ്തിയിലേക്കും വിതരണാത്മക ഘടനകളിലേക്കും നയിക്കുകയും ചെയ്യുക എന്നതാണ് ആത്യന്തികമായി അഭികാമ്യം. നമ്മുടെ ഇന്ത്യൻ സമൂഹത്തിലെ മതങ്ങൾ, അതിൻ്റെ നേതൃത്വം ഒരു സ്വാഭാവികമായിട്ടുള്ള കാഴ്ചപ്പാടോടുകൂടി മതാതീതമായിട്ടുള്ള ആത്മീയതയെ ആത്മാർത്ഥമായി പ്രോത്സാഹിപ്പിക്കുമെന്ന് സാർ കരുതുന്നുണ്ടോ? ഒരിക്കലും ഈ ആലസ്യം, ഞാൻ നേരത്തെ പറഞ്ഞ ആലസ്യമുണ്ട്, അതൊരു സന്തോഷമല്ലേ, ഒരിക്കലും വേണ്ടെന്ന് പറയില്ല. കുഞ്ഞുണ്ണി മാഷിന്റെ കവിതയൊന്ന് ഉദ്ധരിച്ചോട്ടെ. വെളിച്ചം ദുഃഖമാണ് ഉണ്ണി, തമസല്ലോ സുഖപ്രദം. ഈ അന്ധകാരമാകുന്ന തമസ്, അറിവില്ലായ്മ, ഇഗ്നറൻസ് ഇസ് എ ബ്ലിസ്. അതൊരു സന്തോഷമാണ്. അറിവില്ലാത്ത അല്ലെങ്കിൽ അങ്ങനെയുള്ള വേദനിപ്പിക്കുന്ന ചിന്തകൾ, ഈ അറിവ്, തിരിച്ചറിവ് മുതലായവ വേദനയുടെ അനുഭവങ്ങൾ കൂടിയാണ്. വേദനിപ്പിക്കുന്ന അനുഭവങ്ങളെ മാറ്റി നിർത്തി പുഷിങ് എവറിത്തിങ് അണ്ടർ ദ കാർപ്പറ്റ്, ഇന്നത്തേത് ഭദ്രം, ഇവിടെ എല്ലാം ഭദ്രം, ഇതൊരു വരുത്തി തീർപ്പാണ്. ഇതിനു വേണ്ടിയാണ് പലപ്പോഴും കമ്പോള ശക്തികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്കൊരിക്കലും നാളുകളുടെ ലോകത്തെ ക്രമീകരിക്കാനുള്ള ഒരു പ്രവാചക ശബ്ദമായി നമ്മുടെ മാധ്യമങ്ങളും നമ്മുടെ ഘടനകളും നമ്മുടെ കമ്പോള ശക്തികളും ഉണർന്ന് പ്രവർത്തിക്കാത്രത്തോളം കാലം ഇന്നുകളുടെ പരിമിതികളിൽ അഭിരമിക്കുന്ന അഭിശപ്തമായ കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അവിടെ മെച്ചപ്പെട്ട ചിന്താഗതികളെ പോലും തമസ്കരിക്കുന്നു. വേറിട്ട സ്വരങ്ങളെ, വേറിട്ട ചിന്താഗതികളെ. ഇപ്പൊ കർഷകരെന്ന ഒരു വിഭാഗം ഉയർന്നു വരുന്നു. ദളിത്, ആദിവാസി, മണ്ണിന്റെ മക്കൾ ഉയർന്നു വരുന്നു. അവരുടെ ശാക്തീകരണം, അവർക്ക് വിതരണം നടത്തണം. രാഷ്ട്രത്തിന് ആസ്തികൾ, അനുഭവങ്ങൾ എല്ലാം വിതരണം ചെയ്യണം. ഇതൊന്നും സംഭവിക്കാതെ ഇന്നത്തെ വരേണ്യവർഗത്തിന് അല്ലെങ്കിൽ ഇന്നത്തെ മധ്യവർഗത്തിന്
അനുഭവിക്കാവുന്ന രീതിയിൽ രാഷ്ട്രത്തിൻ്റെ വിഭവങ്ങൾ ഉപയോഗിക്കുകയും അത് ശരിയാണ്, സത്യമാണ് എന്ന് പറയാൻ വേണ്ടി ഇന്നത്തെ മുഖ്യധാര മാധ്യമങ്ങൾ മുന്നോട്ട് വരികയും പ്രിന്റ് മീഡിയ ആണെങ്കിലും ഇലക്ട്രോണിക് മീഡിയ ആണെങ്കിലും ന്യൂ മീഡിയ ആണെങ്കിലും വരികയും ചെയ്യുമ്പോൾ എവിടെ മാറ്റത്തിൻ്റെ ശംഖുലിനാദം? തീർച്ചയായും മാധ്യമങ്ങളുടെ ഒരു പങ്കും ഈ വിഷയത്തിൽ നമ്മൾ ചുരുക്കിക്കാണേണ്ടതില്ല. ഭരണകൂട സഹായികളായിട്ടുള്ള മാധ്യമങ്ങൾ മത അജണ്ടകളെ ഏതെങ്കിലും തരത്തിൽ സഹായിക്കുന്ന മാധ്യമങ്ങൾ, ഇവയൊക്കെ ഇന്ന് നമ്മുടെ നാട്ടിൽ യഥാർത്ഥത്തിൽ സജീവമാണ്, യാഥാർത്ഥ്യമാണ്. മാധ്യമങ്ങളുടെ ഈ ഒരു പോക്ക്, ഈ ഒരു രീതി എന്തൊക്കെ പ്രതിബന്ധങ്ങളാണ് നമുക്കുണ്ടാക്കുന്നതെന്നാണ് സാറിൻ്റെ ഒരു വിലയിരുത്തൽ? പ്രതിബന്ധങ്ങളെക്കുറിച്ച് നമ്മളിപ്പോൾ ബോധം വരില്ല, നമുക്കിപ്പോൾ ബോധം വരില്ല. അത് ദീർഘകാല ആവറേജ് എടുക്കുമ്പോഴാണ് അത് മനസ്സിലാകുന്നത്. യഥാർത്ഥത്തിൽ there is a nexus between politicians, religious patriarchs, business conglomerates and media syndicate. ഈ 4 വൻ ശക്തികളാണ്. അതിൽ മാധ്യമങ്ങൾക്ക് അതിൻ്റെതായ ഒരു ലെജിറ്റിമൈസിങ് റോളുണ്ട്. അപ്പം മതഘടനകളുടെ തലപ്പത്തുള്ളവർ അവർ കൈകാര്യം ചെയ്തുകൊള്ളും. മതത്തിലെ മറ്റ് മഹാഭൂരിപക്ഷം വരുന്ന ആളുകളുടെ അഭിപ്രായത്തെ അവർ റെപ്രസെന്റ് ചെയ്യുന്നു എന്നാണല്ലോ വൈപ്പ്. അതൊരു വശം. 2, രാഷ്ട്രീയ നേതൃത്വം. അവരാണ് അധികാര ഘടനകൾ കൈകാളുന്നത്. അവരുടെ ദുഷ്ചെയ്തികളെ ന്യായീകരിക്കാൻ മത മേലധ്യക്ഷന്മാർ അല്ലെങ്കിൽ മതം രാഷ്ട്രീയത്തിലെ പോരായ്മകളെ വെള്ളപൂശാനുള്ള ഉപകരണമായി റോമൻ കാലഘട്ടം മുതൽ തന്നെ നമ്മളത് കണ്ടിട്ടുള്ളതാണ്. അപ്പം മത മേലധ്യക്ഷന്മാർ, രാഷ്ട്രീയ നേതൃത്വം, ഇതിന് പിന്നിൽ നേട്ടങ്ങൾ കൊയ്യുന്ന ബിസിനസ് ടൈക്യൂൺസ്, വ്യവസായ അധിപന്മാർ. അപ്പം വിപണിയിൽ ഉൽപ്പന്നങ്ങൾ വിറ്റുപോകണമെങ്കിൽ, തടസ്സമില്ലാതെ വിറ്റുപോകണമെങ്കിൽ രാഷ്ട്രീയ നേതൃത്വം ഗുണപരമായ നിയമനിർമ്മാണങ്ങളിൽ ഏർപ്പെടും. അങ്ങനെ ഉണ്ടാകുന്ന നിയമങ്ങളുടെ ന്യായാന്യായങ്ങൾ തലനാരിഴ പരിശോധിക്കാനും അത് കുഴപ്പമില്ലാത്തതാണ്, ഫോളോ ചെയ്യാവുന്നതേ ഉള്ളൂ എന്ന് പറയാൻ മതമേലധ്യക്ഷന്മാരും, അല്ലെങ്കിൽ സീസർക്കുള്ളത് സീസർക്കെന്നും ദൈവത്തിനുള്ളത് ദൈവത്തിനെന്നും പറഞ്ഞുകൊണ്ട് അതിനെ അങ്ങ് പാർശ്വവൽക്കരിച്ച് മാറ്റാനുള്ള ഒരു നീക്കം, അതിനെ എല്ലാം എൻകംപാസ് ചെയ്യുന്ന ഒരു അംബ്രല്ല ഓർഗനൈസേഷനായി നമ്മുടെ മാധ്യമ സ്ഥാപനങ്ങൾ കൂടി വരുമ്പോൾ ആ ചിത്രം പൂർണ്ണമായി. അപ്പം അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന മാറ്റം ഒരുപക്ഷെ സാധിക്കില്ല. ഇന്നിൻ്റെ അവസ്ഥയെ ദൃഢമായി അരക്കിട്ടുറപ്പിക്കുന്ന ഒരു സിദ്ധാന്തമാണ്, ഒരവസ്ഥയാണ് ഇന്ന് സംജാതമായിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ സങ്കീർണമായിട്ടുള്ള ഈ സാഹചര്യത്തിൽ നമ്മുടെ സമകാലികമായിട്ടുള്ള അബ്സർജിങ്സ്, പ്രത്യേകിച്ച് കർഷകരുടെയും അങ്ങനെയൊക്കെയുള്ള മുന്നേറ്റങ്ങളെ നമ്മുടെ മതാതീത ആത്മീയതയുടെ ഒരു ശക്തി കേന്ദ്രമായി വളരുന്നതിനുള്ള ഒരു അവസ്ഥ, ഒരു സാഹചര്യം സാർ കാണുന്നുണ്ടോ? നമ്മുടെ രാഷ്ട്രീയത്തിൻ്റെ ചില ഐഡിയൽസ്, നമ്മുടെ പൊതുരംഗത്തെ ചില ഐഡിയൽസ്, അതിലൊന്നാണ് ജനാധിപത്യം. ജനാധിപത്യം എന്ന് പറയുന്നത് ഭൂരിപക്ഷത്തിൻ്റെ ഹിതം അനുസരിച്ചുള്ള നിയമനിർമ്മാണങ്ങളാണ്. ഒരു ജനാധിപത്യ ക്രമത്തിൽ നീതിപൂർവമായ തെരഞ്ഞെടുപ്പിലൂടെ ഭൂരിപക്ഷം ലഭിക്കുന്ന രാഷ്ട്രീയ കക്ഷി ഒരു ഗവൺമെന്റ് രൂപീകരിക്കുന്നു. ഭൂരിപക്ഷം ലഭിക്കുന്ന രാഷ്ട്രീയ കക്ഷിയുടെ നയങ്ങൾ, ഒരു പ്രകടന പത്രികയായി പറയുന്ന നയങ്ങൾ അനുസരിച്ച് നിയമനിർമ്മാണങ്ങൾ ഉണ്ടാകുന്നു. അത് സ്വീകരിക്കാൻ ഭൂരിപക്ഷം വരുന്ന ആളുകളും അവർക്കെതിരെ പ്രവർത്തിച്ച ന്യൂനപക്ഷം വരുന്ന ആളുകളും വിധിക്കപ്പെടുന്നു. അപ്പം നമ്മുടെ ജനാധിപത്യം എന്ന് പറയുന്നത് തന്നെ ഒരു കൺസെൻഷ്വൽ അല്ല, മറിച്ച് മെജോറിറ്റേറിയൻ ഡെമോക്രസിയാണ്. മെജോറിറ്റേറിയൻ ഡെമോക്രസിയിൽ ഒരൊറ്റ ക്ലാസ് ആണ് മുന്നോട്ട് വരുന്നത്. ആ ക്ലാസ്സിനെ ഞാൻ പൊളിറ്റിക്കൽ ക്ലാസ് എന്ന് വിളിക്കും. സമൂഹം എന്ന് പറയുന്നത് വിവിധങ്ങളായ ഫങ്ഷണൽ ഗ്രൂപ്പുകളെ കൂട്ടിച്ചേർത്ത ഒരു വലിയ ചങ്ങലയാണ് സമൂഹം. അതിലേറ്റവും പ്രധാനപ്പെട്ട കണ്ണി എന്ന് പറയുന്നത് കർഷകരാണ്. ഇന്ത്യയുടെ ജനസംഖ്യയുടെ ഒരു 70% ഒന്നുകിൽ നേരിട്ട് അല്ലെങ്കിൽ ഭാഗികമായിട്ടെങ്കിലും കാർഷിക വരുമാനം കൊണ്ട് ജീവിക്കുന്നവരാണ്.
അങ്ങനെ 70% വരുന്ന കർഷകരെ ഒരൊറ്റ ഗ്രൂപ്പായിട്ട് കാണാൻ ഒരൊറ്റ രാഷ്ട്രീയ കക്ഷിയും തയ്യാറാവില്ല. ഇവരെ നന്നായി വിഭജിപ്പിച്ച് ഭിന്നിപ്പിച്ച് ഇടക്കാക്കി തനിച്ചാക്കി തനിക്കാക്കുക എന്ന പ്രമാണം അനുസരിച്ച് വീതം വയ്ക്കുക. പക്ഷേ അതിനതീതമായി ഒരു ഫങ്ഷണൽ ഗ്രൂപ്പ്, ഒരു പ്രവൃത്തി വിഭാഗം എന്ന നിലയിൽ കർഷകർ സംഘടിക്കുമ്പോൾ നമ്മുടെ മാധ്യമങ്ങൾ ഉൾപ്പെടെ അമ്പരപ്പിലാണ്, പൊതുസമൂഹം അമ്പരപ്പിലാണ്. എന്താണ് സംഭവിക്കുന്നത്, ഏത് ദിശയിലേക്കാണ് അത് പോകുന്നത് എന്ന് അറിയാനാവാത്ത രീതിയിൽ പുതിയ മൂവ്മെന്റ്സ് വരികയാണ്. കൃഷി കേന്ദ്രമാക്കി ഒരുപക്ഷെ ബഹുരാഷ്ട്രങ്ങൾക്ക് അനുകൂലമാകാൻ സാധ്യതയുള്ള നിയമനിർമ്മാണങ്ങൾ എന്ന രൂപത്തിൽ നിയമങ്ങൾ വരുമ്പോൾ അതിനെതിരെ കർഷകരുടെ പ്രതിഷേധമാണ്. പക്ഷെ ഇന്നത്തെ കർഷക പ്രതിഷേധം പലപ്പോഴും ഏതാനും ചില കർഷക നേതാക്കളിൽ ഒതുങ്ങുന്നു. ഇന്ത്യയുടെ 70% വരുന്ന കർഷക മനസ്സുള്ള ജനങ്ങൾ ഏകോപനത്തോടുകൂടി ഈ ഒരു വിഷയത്തിൽ ഒരുമിച്ച് നിന്നാൽ രാഷ്ട്രീയ ഘടനകൾക്ക്, ജനാധിപത്യ പരമായി തിരഞ്ഞെടുക്കപ്പെട്ട രാഷ്ട്രീയ ഘടനകൾക്ക് അതിനെ അവഗണിക്കാനാവും എന്ന് കരുതാനാവില്ല. ഇന്ന് കർഷകരാണെങ്കിൽ നാളെ മറ്റ് പ്രവൃത്തി വിഭാഗങ്ങളാണ്. മുസോളിനിയാണ് ഇങ്ങനെ ഒരു സമ്പ്രദായത്തെക്കുറിച്ച്, ഫാഷിസ്റ്റായ മുസോളിനിയാണ് ഫങ്ഷണലിസം എന്ന സങ്കല്പം കൊണ്ടുവന്നത്. ഫങ്ഷണൽ കോർപ്പറേറ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഫങ്ഷണൽ ഗ്രൂപ്പുകൾ അവരുടെ ഫങ്ഷണൽ അടിസ്ഥാനത്തിൽ റെപ്രസെന്റേറ്റീവ്സിനെ വിടുകയും അതനുസരിച്ച് തീരുമാനം 70% വരുന്ന കർഷകർക്ക് 70% പ്രതിനിധികൾ പാർലമെന്റിൽ, 10% വരുന്ന വിദ്യാർത്ഥികൾ 10% പ്രതിനിധികൾ, 2% വരുന്ന ഡോക്ടേഴ്സിന് 2% പ്രതിനിധികൾ. അങ്ങനെ വിവിധ ഫങ്ഷണൽ ഗ്രൂപ്പുകൾ ചേരുന്ന ഒരു രാഷ്ട്രീയ സംവിധാനം എന്നത് ഫാഷിസ്റ്റ് ആശയമാണ് മുസോളിനിയുടെ. അതൊരു പുരോഗമന ആശയമാണെങ്കിലും ഫാഷിസം ഭീകരത നിറഞ്ഞ അടിച്ചമർത്തൽ രാഷ്ട്രീയമാണെങ്കിലും അതിൽ നല്ല ഒരു ആസ്പെക്റ്റാണ് ഈ പറയുന്ന കാര്യം. പക്ഷേ ജനാധിപത്യത്തിൽ ഒരിക്കലും ഫങ്ഷണലിസം നടപ്പാകുന്നില്ല. അവിടെ രാഷ്ട്രീയക്കാരുടെ മേധാവിത്വമാണ്. ഈ രാഷ്ട്രീയ ശക്തികൾ എപ്പോഴും മതത്തെയും സ്പിരിച്വാലിറ്റിയെയും കോർപ്പറേറ്റുകളെയും എല്ലാം കൂട്ടുപിടിച്ച് നേട്ടങ്ങൾ ഉണ്ടാക്കുന്ന നിരക്കിലുമായിരിക്കും. അപ്പോൾ നമ്മുടെ ജനാധിപത്യത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കർഷക സമരങ്ങൾ പോലെയുള്ള കാര്യങ്ങൾ മതാതീതമായിട്ടുള്ള ആത്മീയതയെ ശക്തിപ്പെടുത്തുകയും ഭരണകൂടത്തിൻ്റെയും അതുപോലെ വിപണി ശക്തികളെയും ഒക്കെ അതിജീവിച്ച് ഒരുപക്ഷെ മുന്നോട്ട് പോകുന്നതിനുള്ള ഒരു ധാർമ്മിക ശക്തിയായി ഇത് രൂപപ്പെടാനുള്ളൊരു സാധ്യതയല്ലേ കൂടുതലും നമ്മുടെ മുമ്പിൽ തെളിഞ്ഞു കാണുന്നത്? പ്രൊഫസർ ഗാന്ധിയൻ കാഴ്ചപ്പാടിലൂടെ അങ്ങനെയും കാണും. അതായത് ഭാരതത്തിൻ്റെ ആത്മാവ് തേടിയുള്ള യാത്രയിൽ, അത് മൈ എക്സ്പെരിമെന്റ്സ് വിത്ത് ട്രൂത്ത് എന്ന മഹാത്മാഗാന്ധിയുടെ ഓട്ടോബയോഗ്രഫി ആയാലും ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്ന രൂപത്തിൽ നെഹ്റുവിൻ്റെ വിഖ്യാതമായ പുസ്തകം ആയാലും ആ ഒരു കാലഘട്ടത്തിൽ ഇന്ത്യയുടെ ആത്മാവ് കണ്ടെത്താൻ ഭാരതത്തിൻ്റെ രാഷ്ട്രീയ നേതൃത്വത്തിന് ഒരു പ്രത്യേക വാഞ്ചയുണ്ടായി. പക്ഷെ അങ്ങനെ താല്പര്യമുള്ള രാഷ്ട്രീയ നേതൃത്വം എല്ലാവരെയും ഒരൊറ്റ ചരടിൽ കോർത്തിണക്കാൻ കഴിയുന്ന, ജാതിക്കും മതത്തിനും വർഗത്തിനും വർണ്ണത്തിനും ഭാഷയ്ക്കും പ്രദേശത്തിനും അതീതമായ ഇന്ത്യയുടെ ആത്മാവിനെ കണ്ടെത്താൻ തക്ക ഒരു അംഗീകാരമുള്ള രാഷ്ട്രീയ നേതൃത്വം ഇന്നും മരീചികയായി തുടരുന്നു. അതുകൊണ്ട് ഇന്നിൻ്റെ ആവശ്യം വേലിക്കെട്ടുകളെ അതിലംഘിക്കാൻ, ട്രാൻസ്സെൻഡിങ് ബൗണ്ടറീസ് പറ്റുന്ന രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ അഭാവമാണ് ഇന്ന് നിഴലിച്ച് കാണുന്നത്. ഒരുപക്ഷെ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ ഈ അപക്വത കൂടി പരിഹരിക്കുന്ന തരത്തിലേക്ക് കർഷക സമരങ്ങളുടെയൊക്കെ പശ്ചാത്തലവും മതാതീതമായിട്ടുള്ള ആത്മീയതയെ ശക്തിപ്പെടുത്തുന്ന ഒരു ശക്തിയായിട്ട് വളർന്നു വരുന്ന ഒരു ഇന്ത്യൻ സാമൂഹ്യ രാഷ്ട്രീയ സാഹചര്യമൊക്കെ എത്രത്തോളം അടിച്ചമർത്തപ്പെടാൻ ഇന്നത്തെ സാഹചര്യത്തിൽ ഒരവസ്ഥ കാണുന്നു? എപ്പോഴും തൽസ്ഥിതി നിലനിർത്തണം എന്ന് പറയുന്ന സ്റ്റേറ്റസ് കോ ഫോഴ്സസ്, ആ ഫോഴ്സസ് എസ്റ്റാബ്ലിഷ്മെന്റ് ഫോഴ്സസ് തന്നെയാണ്. പട്ടാളവും പോലീസും മാത്രമല്ല, നേരത്തെ നമ്മൾ പറഞ്ഞ മാധ്യമങ്ങളുമെല്ലാം ആ ഗണത്തിൽ പെടുന്ന ശക്തികൾ തന്നെയാണ്. അതുകൊണ്ട് അങ്ങനെ യാതൊരു മാറ്റവും ഉണ്ടാകണം എന്ന് നിലവിലുള്ള ഭരണ പ്രതിപക്ഷ രാഷ്ട്രീയ നേതൃത്വങ്ങൾ ചിന്തിക്കില്ല എന്നത് ഉറപ്പാണ്. കാരണം മാറ്റങ്ങൾ ഇന്നത്തെ നേരത്തെ പറഞ്ഞ സുഖകരമായ അവസ്ഥയ്ക്ക് പ്രതിബന്ധമാകാം. അതുകൊണ്ട് അത് പ്രതീക്ഷിക്കുന്നില്ല. എന്നാൽ എന്നും നമ്മളെ മുന്നോട്ട് നയിക്കുന്നത് ഒരു ഉട്ടോപ്പിയാണ്.
ഉട്ടോപ്യ എന്ന് പറയുമ്പോൾ നമ്മളൊരു കാൽപ്പനിക ലോകം, ഭാവനാ ലോകം, നടക്കാത്ത കാര്യം. പക്ഷെ ആരോ എന്നോ നാളുകൾക്ക് വേണ്ടിയുള്ള സ്വപ്നം കണ്ടതുകൊണ്ടാണ് ഈ ലോകത്ത് പരിവർത്തനങ്ങളും മാറ്റങ്ങളും സംഭവിച്ചത്. ഞാനീ പറയുന്ന ഒരു ഇടതുപക്ഷ കാഴ്ചപ്പാടിലല്ല ഈ പറയുന്നത്. മാറ്റങ്ങൾ എന്ന് പറയുന്നത് ലെഫ്റ്റ് ഈസ് റൈറ്റ് എന്നോ റൈറ്റ് ഈസ് റോങ് എന്നോ സെന്റർ ഈസ് നെവർ റൈറ്റ് എന്നോ അർത്ഥത്തിലല്ല. മറിച്ച് പോസിറ്റീവായ മാറ്റങ്ങൾക്ക് ഇന്നലകളിലെ നന്മകളിൽ, ഇന്നലകളിലെ ആത്മീയതയുടെ പരിശുദ്ധിയിൽ വേണമെങ്കിൽ ഉത്തരങ്ങൾ കണ്ടെത്താൻ കഴിയും. അപ്പൊ ഇന്നലത്തെ നന്മകളെ സ്വീകരിക്കുകയും ഇന്നത്തെ പ്രക്രിയകളുടെ നന്മകളെ നഷ്ടപ്പെടുത്താതിരിക്കുകയും ചെയ്യുക വഴി നാളെ ഒരു വിതരണാത്മകമായ നന്മ നിറഞ്ഞ ഒരു നാളുകളിലേക്ക് നമുക്ക് രാജ്യത്തെ കൊണ്ടുപോകാൻ ഉള്ള ഒറ്റമൂലിയായി ഭാരതത്തിന്റെ ആത്മീയതയെ കാണാൻ പറ്റുമോ? അവിടെ ദേശീയതയും ആത്മീയതയും മതത്തെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയുന്നിടത്താണ് രാഷ്ട്രീയ നേതൃത്വത്തിന് മിടുക്ക്. അതിന് പറ്റുന്ന ഒരു ചിന്താധാര ഇന്ന് സജീവമാണോ? അത് സാധ്യമാകുമോ? കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. എന്തായാലും മതാതീയ ആത്മീയതയ്ക്ക് ഇന്ത്യയുടെ പശ്ചാത്തലത്തിൽ ശുഭപരമായിട്ടുള്ള ഒരു സാധ്യത ആണോ സാർ കാണുന്നത്? ഇന്ത്യ വൈവിധ്യങ്ങൾ നിറഞ്ഞ നാടാണ്. പല ജാതി, പല മതം, പല ഭാഷ, വ്യത്യസ്തമായ ചരിത്ര ചിന്താധാരകൾ ബ്രിട്ടീഷ് കൊളോണിയലിസ്റ്റ് കാലഘട്ടത്തിൽ സന്നിവേശിപ്പിച്ച് ഉണ്ടായി വന്ന ഒരു ദേശീയത, ആ ദേശീയതയുടെ ഫലമായി ഉരുത്തിരിഞ്ഞു വന്ന ഒരു രാഷ്ട്രം. അപ്പം നമ്മുടെ ദേശീയത എന്ന് പറയുന്നത് ദേശമുണ്ടാകുന്നതിന് മുൻപേ ഉണ്ടായ ഒരു ദേശീയതയും ദേശീയതയുടെ ആവിർഭാവത്തെ തുടർന്ന് അത് സോളിഡിഫൈ ചെയ്ത് ഒരു വ്യക്തമായ അതിർവരമ്പുകളുള്ള ഭാരതം എന്ന രാഷ്ട്രം ഉണ്ടാവുകയും പാകിസ്ഥാൻ, ബംഗ്ലാദേശ് മാറി നിൽക്കുന്നത് ഭാരതം എന്ന രാഷ്ട്രം ഉണ്ടാവുകയും ചെയ്തത് മുതൽ 1947 ഓഗസ്റ്റ് മാസം 15-ാം തീയതി മുതൽ രാഷ്ട്രീയ ഭാരതം, സ്വതന്ത്ര പരമാധികാര ജനാധിപത്യ ഭാരതം നിലവിൽ വന്നപ്പോൾ അതിനെ മുന്നോട്ട് നയിക്കേണ്ട ചാലക ശക്തിയാണ് ദേശീയത. ആ ദേശീയതയ്ക്ക് നമ്മൾ സെക്യുലറിസത്തിന്റെയും മതനിരപേക്ഷതയുടെയും ജനാധിപത്യത്തിന്റെയും ഒരു നിറമാണ് കൊടുത്തത്. ആ ജനാധിപത്യം ഭൂരിപക്ഷ ഹിതത്തിന് വഴിമാറുന്നുണ്ട് എങ്കിൽ നമ്മൾ ന്യൂനപക്ഷ താല്പര്യങ്ങൾ കൂടി സംരക്ഷിക്കുന്ന രീതിയിൽ ഭൂരിപക്ഷ ന്യൂനപക്ഷ ഔദ്യോഗിക മതം അനൗദ്യോഗിക മതം എന്ന വിവേചനങ്ങളൊന്നുമില്ലാതെ ഒരു മതനിരപേക്ഷതയ്ക്ക് വേണ്ടി നമ്മൾ നിലകൊണ്ടെങ്കിൽ മാത്രമേ ഭാരതത്തിന് സമാധാനമായി മുന്നോട്ട് പോകാനാകൂ. അതിൻ്റെ പേരാണ് ദേശനിർമ്മാണം, നേഷൻ ബിൽഡിംഗ്. സാധിച്ചില്ല എങ്കിൽ ഈ രാഷ്ട്രീയ പ്രക്രിയ കൊണ്ട് ഗുണമില്ലാതാകും. ഭരണഘടന ആത്യന്തികമായി വിജയിക്കണം. എങ്കിൽ മാത്രമേ രാഷ്ട്രത്തിൽ നിലനിൽപ്പൂ. രാഷ്ട്രീയ കക്ഷികൾ വരും പോകും, ഭരണ നേതൃത്വം വരും പോകും. ഭരണഘടന ഉള്ളിടത്തോളം രാഷ്ട്രം നിലനിൽക്കും. അപ്പൊ ഭരണഘടനാ ശക്തികളെ, ഭരണഘടനാ സങ്കല്പങ്ങളെ ശക്തീകരിക്കുക എന്നതായിരിക്കണം ഓരോ ഭാരതീയന്റെയും ദൗത്യം. അതിന് ചൈന അഡോപ്റ്റ് ചെയ്യുന്നത് പോലെ മതത്തിന് അതീതമായ ഒരു ഘടനയല്ല ഭാരതത്തിന് അഭികാമ്യം. ഒരുപക്ഷെ അമേരിക്ക അഡോപ്റ്റ് ചെയ്യുന്നത് പോലെ ഇൻ ഗോഡ് വി ട്രസ്റ്റ് എന്ന് പറയുകയും മറ്റൊരു ജീവിതം നയിക്കുകയും ചെയ്യുന്ന രീതിയിലല്ല, മറിച്ച് മതത്തിന്റെ നന്മകളെ, മതത്തിന്റെ സത്തയെയും ഉൾക്കൊണ്ട് എല്ലാ മതങ്ങളുടെയും സത്തയെ ഉൾക്കൊള്ളുന്ന ഒരൊറ്റ ആത്മീയത, ആ ആത്മീയതയായിരിക്കണം ഇന്ത്യൻ ദേശീയതയുടെ അടയാളം. അവിടെയാണ് ഭാരതം ജനിക്കുന്നത്, അവിടെയാണ് നവഭാരതം നിർമ്മിക്കപ്പെടുന്നത്. അപ്പോൾ നമ്മുടെ ഭാരതത്തിൻ്റെ ഭാവി മതാതീതമായ ആത്മീയതയുടെ ശക്തി സ്രോതസ്സുകളെ കൂടി പരിഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതും അത് ഇന്ത്യൻ ഭരണഘടനയെ സംരക്ഷിക്കുന്ന ഒരു ശക്തിയായി മാറുന്നതും ഭാവിയിൽ നമുക്ക് അങ്ങനെ ഒരു അനുഭവമായിരിക്കും ഇന്ത്യയുടെ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ ഉണ്ടാകുന്നതാണ് ആണോ സാറ് സൂചിപ്പിച്ചുകൊണ്ട് വരുന്നത്? അതാണ് ആത്യന്തികമായ പ്രതീക്ഷ. ആ പ്രതീക്ഷയും പ്രത്യാശയും ഇത് തന്നെയാണ് ഓരോ ഭാരതീയനെയും മുന്നോട്ട് നയിക്കേണ്ടത്. അതിന് ഇതുപോലെയുള്ള തുറന്ന ചർച്ചകളും സംവാദങ്ങളും പാരസ്പര്യങ്ങളും ഒക്കെ വഴിമരുന്നാകും. അർത്ഥമില്ലാത്ത വികാരശൂന്യമായ ആത്മീയത വീൺവാക്ക് ശ്രീ രവിശങ്കർ
ഇന്ന് ആഗോളവൽക്കരണത്തിൻ്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുകയാണ്, പ്രത്യേകിച്ച് അർബൻ മിഡിൽ ക്ലാസ് യൂത്ത്. പക്ഷെ മഹാഭൂരിപക്ഷം യൂത്തും റൂറൽ മേഖലയിലാണ്. അപ്പോൾ ഈ റൂറൽ അർബൻ യൂത്തുകളെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ അവസ്ഥ, അവരുടെ സാമ്പത്തിക അവസ്ഥ, അവരുടെ ജോലിയുമായി ബന്ധപ്പെട്ട അവസ്ഥ, അത് ക്രമീകരിക്കുന്ന തിരക്കിലാണ്. പലപ്പോഴും ആ തിരക്കിൽ രാഷ്ട്ര നിർമ്മാണത്തിൽ പങ്കെടുക്കാൻ അവസരം ലഭിക്കാതെയിരിക്കും. ഇനി രാഷ്ട്ര നിർമ്മാണത്തിൽ പങ്കെടുക്കുന്ന യുവ നേതാക്കൾ അവ രാഷ്ട്രീയ കക്ഷികളിൽ അംഗത്വമെടുക്കും. അങ്ങനെ അധികാര വർഗമായി മാറാനുള്ള ശ്രമത്തിലാണ്. പക്ഷെ എവിടെയാണ് സ്വത്വ അന്വേഷണത്തിനുള്ള സമയം? അപ്പൊ യുവജനങ്ങൾക്ക് അവരുടെ ഐഡന്റിറ്റിയിലേക്ക്, ഭാരതത്തിന്റെ സ്വത്വത്തിലേക്ക്, ആത്മീയതയിലേക്ക് കടന്നു വരാനുള്ള വഴികൾ വളരെ പരിമിതമാണ്. വഴികളുണ്ട് എന്ന് പറയുമ്പോഴും മതം നൽകുന്ന ഇടുങ്ങിയ വഴിയും നമ്മുടെ രാഷ്ട്രീയ നേതൃത്വം നൽകുന്ന ഇടുങ്ങിയ വഴിയും മാത്രമാണ് അവരുടെ മുൻപിലുള്ളത്. മാധ്യമങ്ങൾ നൽകുന്ന വഴിയും വ്യത്യസ്തമല്ല. അതുകൊണ്ടാണ് കുറച്ചുകൂടി തുറന്ന സമീപനത്തിൽ സംസാരിക്കേണ്ട വിഷയമാണ്. അപ്പോൾ നമ്മുടെ യുവസമൂഹം കുറച്ചുകൂടി സ്വന്തം വഴികൾ ഈ വിഷയത്തിൽ വെട്ടിത്തുറന്ന് മുന്നോട്ട് പോകാൻ അവർക്ക് കഴിയണം എന്നുള്ളതാണ് സാറ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ കഴിയുന്നിടത്താണ് ഇന്ത്യ ഈസ് എ യങ് കൺട്രി. ഒരു 30 വയസ്സിന് താഴെയുള്ള ജനവിഭാഗമാണ് ഇന്ത്യയുടെ ഭൂരിപക്ഷം ജനങ്ങൾ. ചൈനയിൽ അത്രയും യങ് അല്ല. ജപ്പാൻ ഇസ് എൻ ഓൾഡ് കൺട്രി. ശരാശരി വയസ്സ് കൂടുതലാണ്, ഇന്ത്യയേക്കാൾ വളരെ കൂടുതലാണ്. ഒരു യുവരാജ്യം എന്ന നിലയിൽ, യുവാക്കളേറെയുള്ള രാജ്യം എന്നുള്ളതിൽ, ജനസംഖ്യയുടെ വലിയൊരു ശതമാനം യുവതികൾ ആയിരിക്കുന്ന രാജ്യം എന്ന നിലയിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രതീക്ഷിക്കാനുണ്ട്. യുവ മനസ്സുകളിലേക്ക് ഈ പറഞ്ഞ ചിന്ത സന്നിവേശിപ്പിക്കപ്പെടുമ്പോൾ ഭാരതത്തിന് അത്ഭുതകരമായ മാറ്റങ്ങളായിരിക്കും. ഭാരതത്തിന്റെ ആധ്യാത്മിക രംഗത്ത് അത്ഭുതകരമായ മാറ്റങ്ങളാണ് ഉണ്ടാകുന്നത്. ആ മാറ്റങ്ങൾ ഭൗതികമായ വളർച്ചയ്ക്കും രാഷ്ട്ര നിർമ്മാണത്തിനും തീർച്ചയായിട്ടും യോജിക്കും എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ നമുക്ക് ഭാരതത്തിൻ്റെ ഈ യുവശക്തി, ഈ ദൗത്യം സ്വയം ഏറ്റെടുക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഈ ചർച്ചയിലൂടെ മതാതീത ആത്മീയതയുടെ ഇന്ത്യൻ സാധ്യതകളെ സംബന്ധിച്ച ധാരാളം വിവരങ്ങൾ നമുക്ക് തന്ന ഡോക്ടർ മോഹൻ സാറിന് നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക്സ്. താങ്ക് യു വെരി മച്ച്.